നമസ്കാരം. ടോക്കേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നൊരു കൊലപാതകത്തിന്റെ കഥയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഠിനംകുളം സ്വദേശി ആതിര 2 ദിവസം മുൻപാണ് കൊല്ലപ്പെട്ടത്. കൊലപ്പെടുത്തിയ പ്രതി ദളവാപുരം സ്വദേശി ജോൺസൺ ഔസേപ്പ് ഇപ്പോൾ പോലീസ് പിടിയിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിനെ ലഭിച്ചതിനെ തുടർന്ന് വിശദമായി പരിശോധിച്ചതിൽ നിന്നും ഈ മരണത്തിന് മുൻപ് ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നാണ് പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിവ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജോൺസൺ ഔസേപ്പിനെ ചോദ്യം ചെയ്യുകയും അദ്ദേഹം കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ തെളിവുകൾ ചൂണ്ടിക്കാട്ടി ജോൺസൺ ഔസേപ്പിനോട് പോലീസുകാർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് ഉണ്ടായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്, കുത്തേറ്റ് മരിക്കുന്നതിന് മുൻപ് ആതിര മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്. ജോൺസൺ ഔസേപ്പ് പറയുന്നത് ഇങ്ങനെ: പോലീസിനോട് ജോൺസൺ ഔസേപ്പ് കൊടുത്തിരിക്കുന്ന മൊഴി ഈ തരത്തിലാണ്. ഞാനും ആതിരയും 1 വർഷമായി പരിചയമായിട്ട് ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. ഈ 1 വർഷത്തിനുള്ളിൽ എല്ലാ മാസവും അവരുടെ വീട്ടിൽ വരികയുണ്ടായിരുന്നെന്നാണ് ജോൺസൺ ഔസേപ്പ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ മാസവും വീട്ടിൽ വരികയും ആതിരയുമായി സംസാരിക്കുകയും അതുപോലെ പിന്നെ പ്രേമസല്ലാപങ്ങളും നടത്തിയിരുന്നുവെന്നാണ് ജോൺസൺ ഔസേപ്പ് പോലീസിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. രാവിലെ കഠിനംകുളത്ത് നിന്നും കാൽനട യാത്രയായിട്ട് നടന്നു വന്ന ജോൺസൺ ഔസേപ്പ് ആതിര കുട്ടിയെ സ്കൂളിൽ ബസ്സിൽ കയറ്റിവിടുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. വെയിറ്റ് ചെയ്ത ശേഷമാണ് ആതിര കുട്ടിയെ ബസ്സിൽ കയറ്റിവിട്ട ശേഷം ഈ ജോൺസൺ ഔസേപ്പ് ആതിരയുടെ വീടിനകത്തേക്ക് കയറി വരികയാണ്. സാധാരണ വരുന്ന രീതിയിലായിരുന്നു എന്നാണ് ആതിരയ്ക്ക് മനസ്സിലായത്. എങ്കിലും അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ജോൺസൺ ഔസേപ്പ് വീട്ടിലെത്തുന്നത് 9 മണിക്കാണ്. ഈ 9 മണിക്ക് ശേഷം 9:30 ഇദ്ദേഹം ഈ കൃത്യങ്ങളെല്ലാം നടത്തി തിരിച്ചു പോവുകയും ചെയ്തു. ആകെ അരമണിക്കൂറിനുള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ജോൺസൺ ഔസേപ്പ് പറയുന്നത് എന്തെന്നാൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ കട്ടിനടിയിൽ ഒളിപ്പിച്ചിരുന്ന ബെഡിന്റെ അടിയിൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തിയിറക്കുകയും വാ പൊത്തിയ ശേഷമാണ് കഴുത്തിൽ കത്തി കുത്തിയിറക്കിയത്. അതുകൊണ്ടാണ് പ്രദേശവാസികൾ ഈ സൗണ്ടും അവരുടെ ഒച്ചയും ബഹളവും ഒന്നും കേൾക്കാതിരുന്നത്. അതിനുശേഷം കഴുത്ത് അറുത്ത ശേഷമാണ് അദ്ദേഹം അവിടുന്ന് തിരികെ പോന്നത്. ഈ കൃത്യം നടത്തിയ ശേഷം ജോൺസൺ തന്റെ ഷർട്ടിലുള്ള ബ്ലഡ് കലർന്നതിനാൽ ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് അവിടുന്ന് എടുത്തിടുകയും അതിനുശേഷം അവിടുന്ന് ആതിരയുടെ ബൈക്കിന്റെ ചാവി അവിടെ അദ്ദേഹം നോട്ട് ചെയ്തിരുന്നു. ഈ ചാവി എടുത്ത ശേഷമാണ് ബൈക്കിൽ കടന്നു കളഞ്ഞത്. ഇത്രയുമാണ് ജോൺസന്റെ ആ കൃത്യം നടത്തിയതിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. ജോൺസൺ പോലീസിനോട് പറഞ്ഞതും ഈ കാര്യം തന്നെയാണ്. തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായി തനിക്ക് അനുഭവപ്പെട്ടെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആതിരയെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. 1 വർഷമായിട്ട് ഇവർ നല്ല ബന്ധത്തിലായിരുന്നു. ഈ ജോൺസന്റെ കൂടെ ഇറങ്ങി വരുവാൻ ആതിരയോട് ജോൺസൺ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എല്ലാ മാസവും ആതിരയെ പോയി കാണുകയും സംസാരിക്കുകയും അവരുടെ പ്രേമസല്ലാപങ്ങളെല്ലാം നടത്തുകയും ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോൺസൺ അവസാനമായി കത്തി കരുതിയിട്ടാണ് വീടിനുള്ളിലേക്ക് എത്തിയത്. വീടിനുള്ളിൽ കയറിയതിനു ശേഷം ഒരു ഗ്ലാസ് ചായ ചോദിക്കുകയും ആതിര ചായ എടുക്കുവാനായിട്ട് അടുക്കളയിലേക്ക് പോയ ശേഷം ബെഡിന്റെ അടിയിലേക്ക് റൂമിൽ കയറി ജോൺസൺ ബെഡിന്റെ അടിയിൽ ഈ കത്തി ഒളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കൃത്യനിർവഹണം നടത്തുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ജോൺസൺ വാ പൊത്തിയ ശേഷം ആതിരയുടെ കഴുത്തിൽ കത്തി കുത്തിയിറക്കിയത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് കേരളത്തിന് ഞെട്ടലോടെയാണ് ഈ വാർത്തകളെല്ലാം നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. നമുക്ക് ന്യൂസ് റിപ്പോർട്ടിലെ കുറച്ച് വീഡിയോസും അതുപോലെ വാർത്തകളും കണ്ടിട്ട് വരാം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കഠിനംകുളം കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി വിവരങ്ങൾ മീഡിയ വണ്ണിന്. ആതിരയെ ജോൺസൺ കുത്തിയത് ലൈംഗിക ബന്ധത്തിനിടെ. കൊലപാതകത്തിന് ശേഷം പ്രതി മടങ്ങിയത് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചെന്നും തന്നെ ഒഴിവാക്കുന്നതായി തോന്നിയതിനാലാണ് ആതിരയെ കൊന്നതെന്നും പ്രതിയുടെ മൊഴി. ഗോപാൽ, ഷീല സനലിനൊപ്പം ജോസി ബാബു എന്നിവർ വിശദാംശങ്ങൾ നൽകും. ഗോപാൽ, നാടിനെ ഞെട്ടിച്ച ആതിര കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി വിവരങ്ങളാണ് മീഡിയ വൺ പുറത്തുവിടുന്നത്. അന്ന് ബൈക്കുമായിട്ടായിരുന്നു, അതായത് ആതിരയുടെ ബൈക്കുമായിട്ടായിരുന്നു ഈ ജോൺസൺ കടന്നു കളഞ്ഞത്. ആ വിവരം മാത്രമേ നേരത്തെ പുറത്തു വന്നിരുന്നുള്ളൂ. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തിനാണ് ഈ കൊല നടത്തിയത്, കൊല നടത്തിയതിനു ശേഷം ജോൺസൺ എന്തൊക്കെയാണ് ചെയ്തതെന്ന് സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഗോപാൽ?
സൈഫുദ്ദീൻ, ആശുപത്രിയിൽ നിന്ന് പോലീസ് ശേഖരിച്ച പ്രാഥമിക മൊഴിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ കൊലപാതകം നടന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ കൊലപാതകം നടത്തുന്നത് ആ പ്രതിയും ആതിരയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് എന്നതാണ് ആ പ്രതി പോലീസിനോട് സമ്മതിച്ചിരിക്കുന്ന കാര്യം. ഇരുവരും മുൻപ് പരിചയമുള്ളതിനാൽ തന്നെ ഉഭയസമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ഇതിൽ കൃത്യമായ പ്ലാനോട് കൂടിയാണ് ഇത് നടത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ പ്രതിയുടെ മൊഴിയിലുണ്ട്. ഈ സംഭവ ദിവസം രാവിലെ 6:30 മണിക്ക് പെരുമാതുറയിൽ പ്രതി താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും ഇയാൾ ആതിരയെ ലക്ഷ്യമിട്ട് പുറത്തേക്കിറങ്ങി. ഈ മറ്റെന്തെങ്കിലും സംശയങ്ങൾക്ക് ഇടവരാതിരിക്കാൻ ഇയാൾ കാൽനടയായിട്ടാണ് പെരുമാതുറയിൽ നിന്നും ഈ കഠിനംകുളത്തെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. വീട്ടിൽ വന്ന് ആ കുട്ടികളും അതിനോടൊപ്പം തന്നെ ഭർത്താവും പോകുന്നത് വരെ അയാൾ വീടിന്റെ പരിസരത്തും ആ പ്രദേശത്തുമായി കറങ്ങി നടന്നു. ശേഷം 9 മണിയോടെ കുട്ടികൾ സ്കൂളിൽ പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇയാൾ വീട്ടിലേക്ക് എത്തുകയും ആതിരയോട് ചായ ഇട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഈ ആതിര അടുക്കളയിലേക്ക് പോയ തക്കത്തിൽ ആതിരയുടെ മുറിയിൽ കയറി ഈ മെത്തക്കടി ഇയാൾ മുൻകൂട്ടി കൊണ്ടുവന്ന കത്തി ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു. ശേഷം ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ഈ മെത്തയ്ക്ക് കീഴിൽ വെച്ചിരുന്ന കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു. ഈ കൊലപാതകത്തിന്റെ ആ ഒരു മോഡസ് ഓപ്പറാണ്ടിയും വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ക്രൂരമായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇയാൾ വലതുകൈ ഉപയോഗിച്ച് ആതിരയുടെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കുകയും ആ കുത്തിയ കത്തി വലിച്ച് കറക്കി അറുത്തെടുക്കുകയുമായിരുന്നു എന്ന് കൃത്യമായി പോലീസിനോട് ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതിനുശേഷം ഈ പ്രദേശത്തൊക്കെ, അതായത് ആ മുറിയിൽ ചോര വീണതിനാലും അയാളുടെ ദേഹത്ത് മുഴുവനും ചോരയായതിനാലും തന്നെ അയാൾ ഇട്ടുകൊണ്ടുവന്ന ഷർട്ട് അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ആതിരയുടെ ഭർത്താവിൻ്റെതായ ഒരു ഷർട്ട് എടുത്ത് ധരിച്ച് ആ ഷർട്ട് ധരിച്ചുകൊണ്ടാണ് അയാൾ അവിടെ നിന്ന് മടങ്ങുന്നത്. ആതിരയുടെ സ്കൂട്ടർ എടുത്തതിനു ശേഷം നേരത്തെ പോലീസ് പറഞ്ഞതുപോലെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇയാൾ പോയി. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മാർഗം തന്നെയാണ് ഇയാൾ ഈ കോട്ടയം ഭാഗത്തേക്ക് പോകുന്നത്. ആദ്യ 2 ദിവസങ്ങളിൽ ഇയാൾ വിവിധ ഇടങ്ങളിലായി കറങ്ങി നടന്നു. തന്റെ പേരുവിവരങ്ങൾ പുറത്തു വന്നു എന്ന് ഇന്നലെ ബോധ്യമുണ്ടായതിനെ തുടർന്നാണ് താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി താൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ തന്റെ വസ്തുക്കളും ആയി മുങ്ങുന്നതിന് വേണ്ടി ഇയാൾ വരുന്നത്. ജോൺസൺ പോലീസ് പിടിയിലാവുമ്പോൾ അദ്ദേഹം എലിവിഷം കഴിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റും പോലീസ് മേധാവികളും വന്നിട്ട് അദ്ദേഹത്തിന്റെ മൊഴികളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൃത്യം 9:15 നടത്തിയ ശേഷം ജോൺസൺ ഔസേപ്പ് നേരെ പോയത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവിടെ വണ്ടി ഉപേക്ഷിച്ച ശേഷം ആതിരയുടെ വണ്ടിയിലാണ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നത്. അവിടുന്ന് വണ്ടി അവിടെ ഉപേക്ഷിച്ച ശേഷം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോട്ടയത്തേക്കാണ് ഇദ്ദേഹം ട്രെയിൻ കയറിയത്. കോട്ടയത്ത് നിന്നും കുറിച്ചിയിലെത്തുകയും അദ്ദേഹം ആദ്യം ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് അവിടെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു ജോൺസൺ. അവിടെ ജോലി ചെയ്തിരുന്ന എത്തുകയും അവിടെയുള്ള രമ്യ എന്ന ഒരു യുവതി ഇദ്ദേഹത്തെ കണ്ട് മനസ്സിലാക്കുകയും അങ്ങനെ അവിടെയുള്ള കൗൺസിലറോട് സംസാരിച്ച ശേഷം രമ്യ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ഇദ്ദേഹമാണ് ആ പ്രതിയെന്ന് രമ്യ കൗൺസിലറോട് പറയുകയും അങ്ങനെ കൗൺസിലർ മെമ്പർ വിളിച്ച ശേഷം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതി കൊടുക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ജോൺസൺ ഔസേപ്പ് പോലീസ് പിടിയിലാവുന്നത്. പോലീസ് പിടിയിലായ ജോൺസൺ ഔസേപ്പ് താൻ എലിവിഷൻ കഴിച്ചിട്ടുണ്ടെന്നും പോലീസിനോട് റിപ്പോർട്ട് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിയതും. ജോൺസണും ആതിരയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആതിരയുടെ ഭർത്താവിന് അറിയാമായിരുന്നു. അദ്ദേഹം കുറെ വാണിംഗ് എല്ലാം കൊടുത്തതാണ്. അതിനുശേഷവും ആതിര ഇത് തുടരുന്നുണ്ട് കണ്ടപ്പോൾ ആതിരയോട് കൂടുതൽ അടുക്കാതെ കുട്ടിയുമായി കൂടുതൽ അടുക്കുന്ന രീതിയിലേക്കായിരുന്നു ആതിരയുടെ ഹസ്ബൻഡിന്റെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും. ഇതെല്ലാം അറിഞ്ഞ ആതിര ഇത് ഇനി മുന്നോട്ട് കൊണ്ടുവന്നത് ശരിയല്ല എന്ന് ജോൺസണുമായി സംസാരിക്കുകയും ഞാൻ ഇറങ്ങി വരാൻ തയ്യാറല്ല, ബന്ധം നിലനിൽക്കട്ടെ എന്ന് മാത്രമാണ് ആതിര സംസാരിച്ചതെന്ന് ജോൺസൺ പറയുന്നു. അതിന്റെ വാശിയിലാണ് ജോൺസൺ ആതിരയെ കൊല്ലാൻ ശ്രമിച്ചതും അത് കൊലപാതകത്തിലേക്ക് എത്തിയതുമെന്നാണ് ജോൺസൺ പറയുന്നത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ആതിര ജോൺസണുമായി അടുക്കുന്നത്. ഇതുപോലെ സോഷ്യൽ മീഡിയകളെല്ലാം ദുരുപയോഗം ചെയ്യുന്ന വീട്ടമ്മമാരും സ്ത്രീകളുമെല്ലാം നമ്മുടെ സമൂഹത്തിൽ കാണുന്നവർ തന്നെയാണ്. എങ്കിലും ഇത് ദുരുപയോഗം ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതുവരെയുള്ള അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സംയമനം പാലിക്കാൻ പരിചയങ്ങളും ഫ്രണ്ട്ഷിപ്പ് എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ അതിൽ അളവ് കവിഞ്ഞ് കൂടുതൽ അടുക്കുകയും പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. നമ്മൾ ഇറങ്ങി ചെല്ലുവാനും അതുപോലെ അവരുടെ കൂടെ ജീവിക്കാനും ചിലപ്പോൾ തയ്യാറായില്ലെങ്കിൽ അവർ നമ്മളെ കൊലപ്പെടുത്തിയേക്കാം. ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിൽ നടന്നു വരുന്നതുമുണ്ട്, നമ്മളെല്ലാം അത് കാണുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്ത്രീകളും ഇതെല്ലാം ശ്രദ്ധിക്കുകയും ഇതുപോലെ സോഷ്യൽ മീഡിയകളെല്ലാം ഉപയോഗിക്കുമ്പോൾ നല്ല കരുതലോടെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാനെന്ന് നമ്മളൊരു അഭ്യർത്ഥന
കൂടി വീട്ടമ്മമാരോടും സ്ത്രീകളോടും നമ്മൾ പറയുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാത്ത രീതിയിലേക്കും അതുപോലെ തന്നെ കുടുംബം ചിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥയിലേക്കും നിങ്ങൾ മാറാതിരിക്കുക. നിങ്ങളുടെ സ്വകാര്യതകൾ നിങ്ങൾ അത് എപ്പോഴും ഓപ്പൺ ആയിട്ട് തുറന്ന സൊസൈറ്റിയോടും അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ളവരോടും തുറന്ന് സംസാരിക്കുകയും ഒരു ഒളിമറകൾ ഇല്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവില്ലായിരുന്നു. ഒരു ഭർത്താവ് ഉള്ള സമയത്ത് മറ്റൊരാളുമായി കണക്ഷനിലാവുന്നത്, സംസാരിക്കുന്നതും അതുപോലെ മറ്റു ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതും വളരെ സമൂഹത്തിനും അതുപോലെ ആ കുടുംബത്തിനും നല്ലൊരു വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ അപകടം നടന്ന ശേഷമായിരിക്കും ആതിരയുടെ ഭർത്താവും മറ്റു ബന്ധുക്കളും ഈ ആതിരയുടെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നതും. അതുകൊണ്ട് തന്നെ പിന്നെ മാനാഭിമാനങ്ങൾ നമുക്ക് വെച്ച് കോർത്തിണക്കി നോക്കുമ്പോൾ ഈ ആതിരയുടെ ഭർത്താവിനും കുടുംബത്തിനുമാണ് ഇതിന്റെ എല്ലാ അനുഭവങ്ങളും അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ സമൂഹത്തിൽ പെരുമാറുമ്പോൾ സോഷ്യൽ മീഡിയകൾ കരുതി ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയകൾ നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് പോലുള്ള നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടും അത് മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും നമുക്കിന്ന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കരുതലോടെ ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെ മറ്റുള്ളവരോട് തുറന്നു പറയുക. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഓപ്പൺ മൈൻഡോടെ നമ്മളത് ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്കത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാം നമ്മൾ ആരും അറിയാത്ത രീതിയിലെല്ലാം കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അവസാനം എത്തുമ്പോൾ ഇതുപോലുള്ള കൊലപാതകങ്ങളിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. അത് സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇനിയുള്ള നമുക്ക് ഡോക്ടേഴ്സിനും സ്ത്രീകളോടും കുടുംബത്തിലുള്ള വീട്ടമ്മമാരോടും പറയാനുള്ളത് ഇത്ര കാര്യങ്ങൾ തന്നെയാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെന്ന് വീഴുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആർക്കും ഒരു വാക്കുകളും വാഗ്ദാനങ്ങളും കൊടുക്കാതിരിക്കുക. ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. ഇത്രയും മാത്രമാണ് ഡോക്ടേഴ്സ് നിങ്ങളോട് ഇന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ ഞങ്ങൾ ഇന്ന് വിട പറയുകയാണ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഡോക്ടേഴ്സ്.